കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ 2 ക്ലോക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. 2 ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 കൺട്രികൾ തമ്മിലുള്ള സമയ വ്യത്യാസം കാണിക്കുന്ന, അതായത് ഇവിടുത്തെ സമയമായിരിക്കില്ല ചിലപ്പോൾ ഗൾഫിലെ സമയമായിരിക്കില്ല ചിലപ്പോൾ മറ്റു കൺട്രിയിലെ സമയം. അപ്പോൾ അത് രണ്ടും എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് കാണിക്കുന്ന ഡുവൽ ക്ലോക്ക് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് എനിക്ക് അറിയിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് പേർ ഇതിന് മറ്റൊരു കമൻറ്റ് നൽകിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഡിസ്പ്ലേയിലുള്ള ഈ ഒരു ക്ലോക്ക് കാണണമെങ്കിൽ ലോക്ക് തുറക്കണം, എങ്കിൽ മാത്രമല്ലേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ലോക്ക് തുറക്കാതെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ക്ലോക്ക് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ ഡുവൽ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ അവർക്ക് കമൻറ്റിൽ മറുപടി കൊടുത്തത് തീർച്ചയായിട്ടും സാധിക്കും, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ലോക്ക് സ്ക്രീനിലും ഡുവൽ ക്ലോക്ക്, 2 കൺട്രികൾ തമ്മിലുള്ള സമയ വ്യത്യാസം കാണിക്കുന്ന ആ ഒരു ഡുവൽ ക്ലോക്ക് ലോക്ക് സ്ക്രീനിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കൺട്രികൾ തമ്മിലുള്ള സമയ വ്യത്യാസം, ഇപ്പോൾ ന്യൂഡൽഹിയും ഇത് കുവൈത്ത് സിറ്റിയുമാണ് ഇവിടെ കാണുന്നത്. രണ്ടും 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. ഇത് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ട് വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ പല ആളുകളും സംശയം ചോദിച്ചുകൊണ്ടാണ് ലോക്ക് സ്ക്രീനിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സെർച്ച് ബാറിൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ലോക്ക് സ്ക്രീൻ NAOD എന്നൊരു ഓപ്ഷൻ വരും. ചില മൊബൈലിൽ ലോക്ക് സ്ക്രീൻ തന്നെ ആയിരിക്കും വരിക. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പല മൊബൈലിലും ഇത് കാണാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾ സെർച്ച് ബാറിൽ എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ക്ലോക്കിൻ്റെത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരുപാട് ക്ലോക്ക് സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഡുവൽ ക്ലോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 2 കൺട്രികൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഡുവൽ ക്ലോക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്ത ഉടനെ തന്നെ മുകളിൽ അത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ടൈം ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനി ആഡ് സിറ്റി എന്ന ഭാഗത്ത് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കൺട്രീൻ്റെതാണ് രണ്ടാമത്തെ ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വീണ്ടും സെർച്ച് ബാറിൽ കുവൈറ്റ് എന്ന് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. കുവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുവൈറ്റ് സിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു മാപ്പും കുവൈറ്റ് സിറ്റിൻ്റെ ആ ഒരു ടൈമും ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു 2 ക്ലോക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡണ്ണ് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഡണ്ണ് കാണാം, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ബാക്ക് വരാം. ഇത് ലോക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്ക് വന്നിട്ട് നമുക്കിത് ലോക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അതിനായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗം നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എൻ്റെ മൊബൈൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ബാറ്ററി സേവർ ഓൺ ആക്കിയതുകൊണ്ടാണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി സേവർ പവർ സേവിങ്ങിൻ്റെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഞാൻ ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് അതേ ഓപ്ഷൻ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓൺ ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ഈ ഓപ്ഷൻസുകളൊക്കെ തന്നെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ആ ഒരു സെറ്റ് ചെയ്ത ക്ലോക്കുകളും മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഞാൻ അതിന് ശേഷം ഇവിടെ മൊത്തത്തിൽ ബാക്ക് വരികയാണ്. ഇവിടെ ഞാൻ സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്യാണ്. സ്ക്രീൻ ലോക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ക്ലോക്കും ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. രണ്ടും 2 കൺട്രീൻ്റെ ടൈമാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ വരും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് സെറ്റ് ചെയ്യാൻ. അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്കാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ
ഞാൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിലും ഈ വീഡിയോ കാണാൻ സാധിക്കും. ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് അവിടെയും ചോദിക്കാവുന്നതാണ്. കൃത്യമായ മറുപടി സമയത്തിനനുസരിച്ച് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.